കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ മറവിൽ കേരളത്തിലും ഇന്ത്യ സഖ്യത്തിന് നീക്കം. ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പ്രതിപക്ഷത്തെ കൂടെ കൂട്ടാൻ ശ്രമം. ഇടത് എംപിമാരും എംഎൽഎമാരും നടത്തുന്ന സമരത്തിലേക്ക് യുഡിഎഫ് നേതാക്കളും പങ്കെടുക്കണമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിനോട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ അവഗണന കാട്ടുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആക്ഷേപം. ഇതിനെതിരെ ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ എന്നിവർ ഡൽഹിയിൽ സമരം നടത്തുമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ.പി. ജയരാജൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നീതികേട്, ജനവിരുദ്ധ നയങ്ങൾ, ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം ഇനി ഡൽഹിയിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ജന്തർ മന്ദിർ സമരത്തിലേക്ക് യുഡിഎഫിനും ക്ഷണമുണ്ട്. ഇത് എൽഡിഎഫിന്റെ മാത്രം ഒരു സമരമായി മാറരുത്. ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും വ്യത്യസ്ത കക്ഷികളിലാണെങ്കിൽ പോലും കേരള ജനതയുടെ അഭിവൃദ്ധി ഇതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമരവുമായി ഈ പ്രവർത്തനവുമായി സഹകരിക്കണം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ലോൺ കൊടുക്കാൻ പി രാജീവ് ആവശ്യപ്പെട്ടാൽ ഇത്ര വലിയ പാതകമാണോ എന്നും ജയരാജൻ ചോദിച്ചു. ഈ കരുവന്നൂർ ബാങ്കിൽ ഒരു ലോണ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന അത്ര വലിയ വാർത്തയാണ്. ഹൈക്കോടതി വിമർശനം ഏറ്റുവാങ്ങിയ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.